പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വയനാട് വൈൽഡ് റൂട്ട്സ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ മുണ്ടക്കയിലെ ചില ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുവാനാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയോര പ്രദേശങ്ങളിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ മഴ ഇന്നത്തെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടയാളം നിങ്ങൾക്ക് കാണാനോ, എല്ലാ സ്ഥലങ്ങളിലും റോഡുകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉറവകളൊക്കെ കുത്തിമുളച്ചിട്ടുണ്ട്. ഈ മലപ്രദേശത്തിലെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളിൽ നിന്നുമാണ് നമ്മുടെ പുന്നപ്പുഴ, നമ്മുടെ ബേലിപ്പാലത്തിൻ്റെ ആ പ്രദേശത്ത് കാണുന്ന അത്രയും ശക്തമായ ഒഴുക്കുള്ള പുഴ വളരെ വിശാലമായി കാണുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പുന്നപ്പുഴയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ചെറിയ അരുവിയാണ്. നമ്മുടെ ഉരുൾപൊട്ടിയ മലയുടെ ഉൾവശത്ത് നിന്നും ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവിയാണിത്. ഇത് ഒഴുകി നമ്മുടെ ബേലിപ്പാലത്തിൻ്റെ ആ പ്രദേശത്തേക്കാണ് എത്തിച്ചേരുക. ഇത് നമ്മുടെ പുന്നപ്പുഴ ഉരുൾപൊട്ടിയ പ്രദേശത്ത് നിന്ന് വരുന്ന മറ്റൊരു അരുവിയാണ്. ഇതുപോലെ ഒരുപാട് അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒന്നിച്ച് ചേർന്നതാണ് നമ്മുടെ ചൂരൽമല സ്കൂളിന് മുന്നിലൂടെ പോകുന്ന ഈ പുഴ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഇടാൻ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ മുണ്ടക്കയിലുള്ള വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് വസ്ത്രത്തിൽ പുതപ്പും, മഴക്കാലല്ലേ, മക്കളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്ക് ആവശ്യമായ പുതപ്പൊക്കെ എടുക്കുവാൻ വേണ്ടി മുണ്ടക്കയിലൊന്നും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് ഉള്ള ദൃശ്യമാണ് ഈ കാണുന്നത്. വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ വീടിൻ്റെ കോലം വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കോലമാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് നമ്മൾ ഉരുൾപൊട്ടുന്നതിന് വളരെ പൂത്തുലഞ്ഞ് നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട്. കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ടൈൽസൊക്കെ മുമ്പ് ഈ ഉരുൾപൊട്ടുന്ന 2 മാസം വർഷമായിട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. കയ്യിലിട്ടത് 8 വർഷത്തിന് ശേഷം 2 മാസം മുമ്പാണ്. അതിൻ്റെ എന്താ പറയുക, അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതുള്ളൂ. അത് ശരിക്കും ചവിട്ടിയിട്ട് സൈഡിലൊക്കെ ആ പാട് വരെ പോയിട്ടില്ല. എൻ്റെ കോലം കാണുമ്പോൾ വളരെ പ്രയാസമുണ്ട്. പക്ഷേ ഇത് കാണിക്കണമെന്ന് തോന്നി. കാരണം നമ്മുടെ വീടുകൾ ഒക്കെ ഇപ്പം അവിടെയുള്ള എല്ലാ ആളുകളുടെയും ചില വീടുകളൊന്നും ഇല്ല, അവശേഷിക്കുന്ന വീടുകളുടെ ഒരു അവസ്ഥ ഇതാണ്. ഇവിടുത്തെ സാധനങ്ങൾ എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് മാറ്റാനുള്ളൊരു സാഹചര്യമില്ല. കാരണം റോഡില്ല, ഈ ഒരു സ്ഥലത്തേക്ക് നടവഴി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മാറ്റാനുള്ളൊരു സാഹചര്യം നിലവിലില്ല. വണ്ടി സൗകര്യം അവിടെ എത്തൂല. ഒരുപാട് ദൂരം ഏറ്റിയിട്ട് വേണം കൊണ്ടുപോകാൻ. അങ്ങനെ കൊണ്ടുപോകാനുള്ള സാഹചര്യം നിലവിലില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ